വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. യേശുവിൻ സ്നേഹിതർ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. ധൂർത്തപുത്രന്റെ ഉപമ ബൈബിളിൽ ലൂക്കാസ് സുവിശേഷം ഉപയോഗിക്കുന്നുണ്ട്. അവനുള്ള സ്വത്തെല്ലാം മേടിച്ചോണ്ട് പോയി, അത് നശിപ്പിച്ചു. തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പം അവനെക്കുറിച്ച്, അവൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നത് എന്തറിയാമോ? ദൂരത്ത് വെച്ച് കണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ അന്ന് മുതൽ ഈ വീടിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് മാറിയിട്ടില്ല. വന്ന് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കും. കൂടുതൽ സമയം എനിക്ക് തോന്നുന്നത് ഇവിടെ നിൽക്കുന്നതാണ്. ഫ്രാൻസിസ് പാപ്പാസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ടതിന് ശേഷം തൻ്റെ രാജ്യത്തുള്ള മാതൃരാജ്യമായ അർജൻറ്റീനയിലെ യുവാക്കന്മാർക്ക് കൊടുത്ത ഒരു വീഡിയോ സന്ദേശമുണ്ട്, ക്രിസ്തുമസ് സന്ദേശം. ആ സന്ദേശത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം പാപ്പ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് 5-ാമത്തേതായി മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഏതാ? അതായത് മകനെ കാത്തു നിൽക്കുന്ന ഒരപ്പൻ, കണക്ക് ചോദിക്കാത്തൊരപ്പൻ. ദൈവം നമ്മോട് ചോദിക്കത്തില്ല. നമ്മൾ ചോദിക്കും, നമ്മുടെ അപ്പനും അമ്മയും ചോദിക്കും, എടാ ഞാൻ ഇതൊക്കെ ചെയ്തു തന്നിട്ട് നീ എന്നോടാണോ ഇത് കാണിക്കുന്നതെന്ന് ചോദിക്കും. എന്നാൽ ദൈവം ഇത് ചോദിക്കത്തില്ല. ദൈവം ഇങ്ങനെ ഒരു വാക്ക് നിന്നോട് ചോദിക്കത്തില്ല. അതാ പറഞ്ഞ വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റെത്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല മക്കളെ. അപ്പൻ്റെ പോലത്തെ സ്നേഹമാണ്. നമുക്കിത് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിന് 7-ാമത്തെ തിരുവചനം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അതായത് നമ്മൾ മകനാണെങ്കിൽ ദൈവം ആരാ? ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പനാണ് ദൈവം. അപ്പം പിതാവിനടുത്ത സ്നേഹമാണ്. ഈ സ്നേഹം ദൈവം പ്രകടമാക്കുന്നത് നിയമാവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്. നിയമാവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. നിങ്ങളുടെ മുമ്പേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്നും നിങ്ങളെ കൺമുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ, 31-ാമത്തെ വാക്യം മക്കളെ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ? ദൈവം ചോദിക്കുക, ദൈവമായ കർത്താവ് പിതാവ് പുത്രനെ എന്ന പോലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ നയിച്ചിരുന്നത്, പരിപാലിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? മരുഭൂമിയിലല്ല, മോളെ പരന്ന് കിടക്കുന്ന ആകാശമാണ്. നട്ട സൂര്യന് ഉരുങ്ങി ഉദിച്ചു വന്നു കഴിഞ്ഞാൽ കൊടും ചൂടാ, കയറി നിൽക്കാൻ തണലില്ല. എങ്ങനെ ദൈവം എങ്ങനെ മാനേജ് ചെയ്തു വരെ? വല്ല കുട ഉണ്ടായിരുന്നവർക്ക് ഈ ചൂടത്ത് സഞ്ചരിക്കുമ്പോൾ തണുപ്പ് നൽകാനായിട്ട്? ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ഇവിടെ അടുത്ത് ധ്യാനകേന്ദ്രത്തിന് തൊട്ടടുത്ത് 2 വർഷം വാടകയ്ക്ക് താമസിച്ചു, ഈ കോളറിക്കൽ ജംഗ്ഷനിൽ. ഈ ഫെറി എന്ന് പറയും, ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടുന്ന് ഒരു അംഗൻവാടിയുണ്ട്. അവിടെയാണ് എൻ്റെ മോൻ ടോം പഠിക്കുന്നത്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോകും വൈകുന്നേരം ഒരു 3 മണിയാകുമ്പം. വേറെ ഉണ്ട് ജിയന്ന പഠിക്കുന്നത് ഇവിടെ സാൻ ജോസ് സ്കൂളിലാണ്. ഇവിടുത്തെ ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന ചിറ്റൂർ പള്ളിയുടെ അടുത്ത് ഒരു കോൺവെൻറ്റ് സ്കൂളുണ്ട്, LKG UKG. 1 മണിയാകുമ്പോൾ ഞാൻ അവളെ വിളിക്കാൻ പോകും. നല്ല വെയിൽ, നല്ല നേരത്തിങ്ങനെ വരുന്ന സമയത്താണ്. ഒരു ആക്റ്റീവോ വണ്ടിയാണ്. ഞാൻ ഇരിക്കുന്ന സീറ്റിന് തൊട്ട് മുമ്പുള്ള സ്പേസിൽ അവളെ നിർത്തും. തൻ്റെ തല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പം ശരിക്കും ഇവളുടെ തലയിൽ വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യുമെന്നറിയാവാ? ഞാൻ ഈ തലയിൽ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ
അവളുടെ തലയ്ക്ക് മുകളിൽ എൻ്റെ തല ഇങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ. എന്തിനറിയാമോ? വെയിലേൽക്കാതിരിക്കാനാണ്. വൈകുന്നേരം 3 മണിക്ക് അംഗനവാടി വിടുമ്പോഴത്തേക്കും അംഗനവാടിയിൽ നിന്ന് ടോമിനെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്നറിയാമോ? കയ്യിലെടുത്ത് പിടിക്കും. ഇടത് സൈഡിലെ വീടുകളോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ഷെയ്ഡുണ്ട്, നിഴൽ, ഷാഡോ, തണൽ. ആ തണൽ ഒറ്റ പിടിക്കും. ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് തണൽ കിട്ടില്ല. അപ്പോൾ എന്തറിയാമോ? ഇവൻ്റെ സ്കൂൾ ബാഗില്ലേ, ഈ സ്കൂൾ ബാഗ് ഇങ്ങനെ ഉയർത്തി പിടിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില അമ്മമാർ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കുടയും പൊടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു കൈപ്പത്തിയില്ലേ, ദാ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിക്കും. എന്തിനാ അറിയാം? എൻ്റെ കുഞ്ഞിന് വെയിലേൽക്കാതിരിക്കാൻ, മഴയേൽക്കാതിരിക്കാൻ, വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ദൈവം മരുഭൂമിയിൽ 40 സംവത്സരം ഇസ്രായേൽ ജനത്തെ നയിച്ചെന്ന് പറയാം. മുകളിൽ മേഘം കൊണ്ട് ഒരു തണലൊരുക്കി. രാത്രി കാലങ്ങളിൽ കുറ്റക്കൂരിരുട്ട. ഈ ഇരുട്ടത്ത് എന്താ ചെയ്ത ദൈവം? അവർക്ക് ആകാശത്ത് ഒരു അഗ്നിസ്തംഭം ഒരുക്കി. കത്തിച്ച് മെഴുതിരി പിടിച്ച് അപ്പം കൈത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അപ്പം കൊണ്ടുപോയി ദൈവം. ഇങ്ങനൊരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല കേട്ടോ. ഭയം ശിക്ഷയെക്കുറിച്ചാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, അപ്പൻ മകനെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിലെ അപ്പന്മാർക്ക് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ചില വ്യവസ്ഥകളുണ്ട്, ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിങ്ങളുടെ അപ്പന് നിങ്ങളിലുണ്ട്. നിങ്ങൾ തിരിച്ചു നോക്കുമെന്ന് അവർ പരാതി പറയും. പ്രായമാകുമ്പം അവർക്കൊരാവശ്യം വരുമ്പോൾ നീ സഹായിക്കാതെ വരുമ്പം അവർ നിനക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ പ്രവൃത്തികളെയും എണ്ണിപ്പറക്കി പരിഭവം പറയും. എന്നാൽ ദൈവം ഇത് പറയത്തില്ല. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് വ്യവസ്ഥ വച്ചിട്ടല്ല, വ്യവസ്ഥയില്ലാതെ ദൈവം സ്നേഹിക്കുന്നു. രണ്ടാമത്തത്, ദൈവം അമ്മയെപ്പോലെ സ്നേഹിക്കുകയാണ്. അമ്മയെപ്പോലെ സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2016 ശാലോം ടി വിയിലെ നൈറ്റ് വിജിലിലെ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ അനുഭവ സാക്ഷ്യം കേട്ടു. എൻ്റെ ദൈവമേ, ആ ചേച്ചി പറയുന്നത് ഇപ്രകാരമാണ്. ആ ചേച്ചി ജനിച്ചിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ വീട്ടിൽ ചില അത്യാഹിതങ്ങൾ സംഭവിച്ചു. ഈ അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയുടെ വീട്ടുകാരെ അവർ ചില കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്ന നാൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ രീതി അനുസരിച്ച് കുടുംബത്തിൽ ഇതുപോലെ ദോഷങ്ങൾ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ജനിച്ച് ഏതാനും മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ തൊഴുത്തിലോട്ട് മാറ്റി, പശുത്തൊഴുത്തിലേക്ക്. എത്ര കൊല്ലം വളർന്നറിയാം കുഞ്ഞുങ്ങളെ? 13 കൊല്ലം പശുത്തൊഴുത്തിൽ വളരേണ്ടി വന്നു. പൊന്നമ്മയെന്ന പേര്. യൂട്യൂബിലുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, കരഞ്ഞു പോകും. 40 മിനിറ്റുള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആ ചേച്ചി ഓടിച്ച് തീർക്കുന്ന പോലെ ആയിപ്പോയി. എന്നാൽ വളരെ മനോഹരമായിട്ട് പറയുക. പൊന്നമ്മ ചേച്ചി പറയുകയാണ്, ഞാൻ 13 വയസ്സ് വരെയും ഞാൻ പശുത്തൊഴുത്തിലാണ് വളർന്നത്. ആ പശുത്തൊഴുത്തിൽ വളർന്ന എന്നെ 13ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടുകാർ പിന്നെ അവർ ആലോചന നടത്തിയപ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലായി, ഒരു വികലാംഗനായ മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ അവരുടെ ദോഷങ്ങളൊക്കെ മാറും. 39 വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു. ഇവർക്ക് 13 വയസ്സ്, ഇവർക്ക് 39 വയസ്സ്. അയാളുടെ ആരോഗ്യസ്ഥിതി പറയട്ടെ മക്കളെ. 7ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് അരക്ക് കീപ്പോട്ട് തളർന്നുപോയ മനുഷ്യനാണ്. 2 കാലുകളിലും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത തളർന്നുപോയ ഒരു മനുഷ്യനെ വിവാഹം കഴിപ്പിക്കുക. ഈ ചേച്ചിയെ തൊഴുത്തുനിന്ന് കൊണ്ടുപോയി തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച രംഗമൊക്കെ പറയുന്നുണ്ട്. പാറപ്പുറത്ത് ചിരട്ട വെച്ച് ഉരയ്ക്കുന്ന പോലെ തൊണ്ട് വെട്ടി ചതച്ചിട്ട് ദേഹത്ത് ഉരയ്ക്കുക. കാരണം ചാണകം ഒട്ടിപ്പിടിച്ചിരിക്കുക. പെറ്റിക്കോട്ടാണ് വസ്ത്രം. കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിച്ചിട്ട് പിടിച്ച് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പെങ്ങള് പിടിച്ച് താലി കെട്ടിച്ചൊക്കെ ഇന്ന് ഓർക്കുന്ന ചേച്ചി പറയുകയാണ്. കുറേ നാൾ അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ വീട്ടുകാരും മടുത്തു. എവിടുന്ന് ഇറങ്ങിപ്പോക്കളാൻ പറഞ്ഞു. ഈ മനുഷ്യനെയും ചോന്നുകൊണ്ട് ഈ പാവപ്പെട്ട ചേച്ചി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ. പിന്നീട് താമസിക്കുന്നത് വഴിയോരത്താണ്. സ്വന്തം വീട്ടിൽ കയറ്റിയില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ വിട്ടു. പ്രിയമുള്ളൊരു പുറംപോക്കിൽ അവർ താമസിക്കേണ്ടി വന്നു. ഓലമേഞ്ഞ വീട് പോലുമല്ല, പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു മുറി പോലും എടുക്കാനില്ല. 4 സൈഡും തുറന്നിട്ടിരിക്കുക. കാപ്പിക്കടിയുടെ വടി കൊണ്ടുണ്ടാക്കിയ തട്ടുപോലുണ്ടാക്കിയ ഒരു കട്ടിൽ. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിച്ച് 3 മക്കളെ ജനിച്ചു. ഈ 3 മക്കൾ ഇടയ്ക്ക് ഈ അവസാനത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴൊക്കെ ഭർത്താവിനെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇതിൻ്റെ കൊച്ചല്ലെന്നൊക്കെ പറഞ്ഞിട്ട്
ഈ ചേച്ചീനെ ഒരുപാട് ദേഹോദ്രവമൊക്കെ ചെയ്യായിരുന്നു. ഇന്ന് എന്നാ പണിയെന്നറിയാമോ? പാറമടയിൽ 9 രൂപ ശമ്പളത്തിന് ജോലി എന്ന് പറയാം. എല്ലാവർക്കും 16 രൂപ ശമ്പളം ഉള്ളപ്പം ആരോഗ്യത്തിൽ പ്രായത്തിലുമൊക്കെ ഒത്തിരി ഒന്നും ഇല്ലാത്തതിനാൽ അവിടെ ജോലിക്ക് എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ആൾക്കാർ അവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു, പാവപ്പെട്ട പെങ്കൊച്ചി, എൻ്റെ സ്ഥിതി കഷ്ടമാണ്, ഒരു ഭർത്താവുണ്ട്, ആരും നോക്കാനില്ല, ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ തെരുവ് തെണ്ടേണ്ടി വരും, ദയവായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പാറമടയിൽ ജോലി എടുക്കുക. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി സഹോദരങ്ങളെ. പ്രിയമുള്ളവരെ, ഒരു ദിവസം ചേച്ചി പറയുകയാണ്, വെള്ളം ചോന്നുകൊണ്ട് താഴെയാണ് അവരുടെ വീട്, റോഡിന് താഴെയുള്ള പുറമ്പോക്ക് സ്ഥലത്താണ്. വെള്ളം ഒറ്റക്കല്ലിൽ തീർത്ത ചവിട്ടുപടിയിൽ ചവിട്ടി, കരിങ്കല്ലിൽ ചവിട്ടി താഴോട്ടിറങ്ങുമ്പോഴത്തേക്കും കാല് തെറ്റിപ്പോയി. ചെന്ന് കരിങ്കല്ലിൽ കൂർത്തി നിൽക്കുന്ന കരിങ്കല്ലിൽ പോയി നട്ടലിടിച്ച് അരക്ക് കീഴ്പോട്ട് തളർന്നുപോയി. ഈ ചേച്ചി കോട്ടയം മെഡിക്കൽ കോളേജിൽ 5 കൊല്ലം കഴിയേണ്ടി വന്നു. അതും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ അരക്ക് കീഴ്പോട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 25 രൂപ വേണം മരുന്ന് മേടിക്കണമെങ്കിൽ. പൈസ ഇല്ലാത്തതിന് ചേച്ചി എന്നറിയാമോ, 2 ഊന്നുവടിയുടെ സഹായത്തോടെ ശരീരം വലസാൻ വേണ്ടി അറിയാം, ഒരു സാരിയുടെ 4/1 ഭാഗമാണ് നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. പാറമടയിൽ തൊഴിലാളിയായതിൻ്റെ പേരിൽ ആണുങ്ങൾ ഇടുന്ന പോലത്തെ മുഴുനീളത്തിൽ മുട്ടൻ ഫുൾ കൈ ഷർട്ടുണ്ട്, മുട്ടൻ ഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മുടി അഴിച്ചിട്ട്, ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു അറിയാം, അഴിച്ചിട്ടേക്കും. കാല് ചലിക്കാത്ത പറഞ്ഞാൽ ഊന്നുവടി വെച്ചിട്ട് എഴകും. റോഡരികിൽ ബസ് സ്റ്റോപ്പിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റാൻഡിൽ കൈനീട്ടി പൈസ ഉണ്ടാക്കും. ഇതുകൊണ്ട് ജീവിച്ചിരുന്നത്. ചിലപ്പോൾ ആഹാരത്തിന് വക തികയത്തതിന് കാരണം ഹോട്ടലിൻ്റെ പുറവശത്തെ എച്ചിലയിൽ നിന്ന് ചേച്ചി വാരിക്കഴിക്കുമായിരുന്നു. മരിക്കണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചു. ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ്, നല്ല പാരഡി ഗാനങ്ങളൊക്കെ പാടുന്നത് കാരണം അവിടെ മെഡിക്കൽ സ്റ്റുഡൻസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ഈ ഓർത്തോ വിഭാഗം മേധാവിയെ കണ്ട് സംസാരിച്ചു, സാർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം 1990 ഈ ചേച്ചി ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറയാം. അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ ഓഗസ്റ്റ് മാസമാണ്. പ്രിയമുള്ളവരെ, ഓപ്പറേഷന് ഏതാനും ദിവസങ്ങൾ മുമ്പ്, പ്രിയമുള്ളവരെ, ഓപ്പറേഷൻ ഡേറ്റിൻ്റെ ദിവസങ്ങളിൽ അവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ സമരം ചെയ്തു. ആണാം അത് നിന്നു. ഒരു രക്ഷയില്ല. മരിക്കണമെന്ന് പറഞ്ഞ് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെ ചാടിനോട്ട് കാണിക്കുക, അതിനുള്ള സ്ഥലം വരെ ഇഴഞ്ഞു പോയെന്ന് പറയുക. പ്രിയമുള്ളവരെ, ഒരു നല്ല ബലിഷ്ഠമായ കരങ്ങൾ അവരെ താങ്ങി. നോക്കിയാൽ മുടിയും താടിയൊക്കെ വളർത്തിയ സ്വർണ്ണ കണ്ണുകളുള്ള ഉയരമുള്ള ഒരു സായിപ്പിനെ പോലെ മനുഷ്യനാണ്. അയാൾ പറഞ്ഞു, നീ മരിക്കണ്ട, നീ ഭയപ്പെടേണ്ട, നീ ജീവിക്കുക. അയാൾ പറഞ്ഞു, നീ അയർക്കുന്നത്തേക്ക് പോവുക. അടുത്ത ബസ് യാത്രയാണ് അയർക്കുന്നത്തേക്ക്. അവിടെ ചെല്ലും ഒരു സ്ത്രീനെ സഹായിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അയർക്കുന്നത്ത് വരിക. ബസ്സിൽ ഇരിക്കാൻ പറ്റില്ല. എങ്ങനെയാണെന്നറിയാമോ, നിങ്ങളൊക്കെ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും. ഡ്രൈവറുടെ സീറ്റിന് പുറകിൽ കമ്പിയുണ്ട്, അതിൽ പിടിച്ചു നിൽക്കും. പ്രിയ അയർക്കുന്നത്ത് നിന്നും അവിടെ വെച്ചൊരു മദാമയെ പോലൊരു സ്ത്രീ സഹായിച്ചു. കിരൺ എന്ന് പറയുന്ന ബസ്സിനകത്ത് യാത്രയാക്കി കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയെന്ന് പറയാം. സ്വന്തം സ്ഥലം കാഞ്ഞിരപ്പള്ളിയിലാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ സ്വന്തം വീട്ടിൽ ചെന്നു. അവർ ഓടിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മക്കൾ 3 പേരും. മൂത്ത കുഞ്ഞിന് അമ്മയെ അറിയാം. 5 കൊല്ലങ്ങൾക്ക് ശേഷം ചെല്ലിയ കൊച്ചു പറഞ്ഞതെന്നറിയാമോ, അമ്മ എന്തിനാ അമ്മയെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയത്? പൊട്ടിക്കരഞ്ഞെന്നറിയാം സ്ത്രീ. ഇളയ 2 പെൺകുഞ്ഞുങ്ങളാ, ചൊറിയൊക്കെ പിടിച്ചിരിക്കുക തലയിൽ. തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കാൻ ശ്രമിച്ചു ഈ ചേച്ചി. അതിനുശേഷം വീണ്ടും ആ ചേച്ചി രാത്രി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുക. നീ മരിക്കണ്ട. അവളെ ഇടപെടുക. മരിക്കണമെന്ന് ദിവസം പറയാം, മരിക്കണ്ടെന്ന് കർത്താവ് പറയുക അവളോട്. ആരാന്നറിയത്തില്ല. അവിടെ ആളെ ഒരു സ്വരം കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, അന്ന് വൈകുന്നേരം 20-ാം തീയതി വൈകുന്നേരം, 22-ാം തീയതി ഒരു ഓപ്പറേഷൻ മാറ്റി വെച്ചിരിക്കുക. 20-ാം തീയതി വൈകുന്നേരം, 1990 ഓഗസ്റ്റ് 20-ാം തീയതി വൈകുന്നേരം ആ ചേച്ചി പറയുകയാണ്, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള എന്നെ സഹായിക്കുന്ന ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. ചെറിയ കത്തോലിക്കരാ, ക്രിസ്ത്യാനികളാണ്. അവരെൻ്റെ സ്ഥിതിയെ കണ്ടു വളരെ സങ്കടപ്പെട്ടു. അവർ പറഞ്ഞു, നീ ഓപ്പറേഷന് പോകുന്നതിന് ഒരു കാര്യം ചെയ്യണം പൊന്നമ്മേ, നീ പോകുന്ന വഴിക്ക് പാലാ പൈകയിൽ നീ ബസ് ഇറങ്ങണം. അവിടെ നായിക്കമ്പ്രമച്ചന് ധ്യാനം നടത്തും. ഇവർക്ക് നായിക്കമ്പ്രമച്ചനൊന്നും അറിയത്തില്ല, അന്യ മതത്തിൽപ്പെട്ട സഹോദരിയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരി പിറ്റേ ദിവസം ബസ്സിൽ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടി ഈ പറയുന്ന കൺവെൻഷൻ ഗ്രൗണ്ടിലെത്തി. ആ ഗ്രൗണ്ടിൽ വെച്ച് പ്രിയമുള്ളവരെ, 16 ആൾക്കാർ എന്ന് കൺവെൻഷനിൽ പങ്കെടുക്കാനുണ്ട്. രോഗികളെ സ്കൂളിൻ്റെ വരാന്തയിലാണ് കിടത്തിയിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിലാണ്, വലിയ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവരിൽ ഊന്നുവേന പിടിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും പ്രിയമുള്ളവരെ, ഇവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ?
പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ വചനം കേട്ടെ ആ സ്ത്രീ പറയാണ്, ജീവിതത്തിൽ തന്നെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളുന്ന സങ്കീർത്തന വചനം തുടർന്ന് കേട്ടു. ഈ വചനങ്ങൾ കേട്ടപ്പോൾ അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, അടുത്ത നിമിഷത്തിൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഷോക്കടിക്കുന്ന പോലെ അനുഭവമാണെന്ന് ചേച്ചി പറയുന്നു. അപ്പോൾ തന്നെ സ്റ്റേജിൽ നിൽക്കുന്ന അൾത്താരെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട നായിക്കം വിളിച്ചൻ ഇപ്രകാരം പറഞ്ഞു, നട്ടല് രോഗികളായ 4 പേരെ ഈശോ സുഖപ്പെടുന്നു. അതിൽ 3 പുരുഷന്മാരാണ്, ഒരു സ്ത്രീ ഉണ്ട്. സ്ത്രീയുടെ പേര് പൊന്നമ്മ എന്നാണ്. അവളുടെ നട്ടലിന് ക്ഷതമേറ്റിരിക്കുകയാണ്. അവളുടെ മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാൻ കർത്താവ് പറയുന്നു. ബൈബിൾ വായിക്കുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ സമയം തന്നെ ഒരു ഇലക്ട്രിക് ഷോക്ക് തന്നിലൂടെ ഇലക്ട്രിസിറ്റി ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. തൻ്റെ കശത്ത് വെച്ചിരുന്ന ഊന്നുവടി തെറിച്ചുപോയി. 5 വർഷമായിട്ട് നടക്കാൻ പറ്റാത്ത കാലിൻ്റെ പാദങ്ങൾ വളഞ്ഞു പോയിരുന്നു. കാൽപാദങ്ങൾ നിവർന്നു. ആ ചേച്ചി അൾത്താരിലേക്ക് ഓടി. ജനം ഇത് കണ്ടുകൊണ്ടിരുന്ന 100 കണക്കിന് ആൾക്കാർ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ചു കരഞ്ഞു. അത്ഭുതം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക മനുഷ്യരെ പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചേച്ചി ഹോട്ടലിലേക്ക് കയറി വന്നു. പ്രിയമുള്ളവരെ, അച്ഛൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചും പറഞ്ഞു, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നമ്മ ഞാനാണെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രിയമുള്ളവരെ, ആ സമയത്ത് തന്നെ ഏതാണ്ട് 6 തളർവാദ രോഗികൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ 6 തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നതായിട്ട് അച്ഛന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിൽക്കാലത്ത് അച്ഛന്മാരുടെ പ്രസംഗങ്ങളിൽ നായിക്കമ്മച്ചനും പലക്കച്ചനും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് വന്നപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന വേറെ 6 തളർവാദ രോഗികളെ സൗഖ്യപ്പെടുന്നതായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം ഈ ചേച്ചി പറഞ്ഞ ആ വാക്ക് ഇത് പറയാൻ വേണ്ടി ഇത്ര ഞാൻ പറഞ്ഞു വന്നത്. ഈ ചേച്ചി പറയുകയാണ്, ദൈവമേ, എനിക്കിതുപോലെ ഒരപ്പനെയും അമ്മയും തന്നില്ലായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഒരു അപ്പനെയും അമ്മയും തന്നതിന്, ഇങ്ങനെ സ്നേഹിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ തകർച്ച തന്ന് നട്ടലിന് തളർന്ന് 5 വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ കടന്ന് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടിയെപ്പോലെ നടന്നത് ഇങ്ങനെ നീ അനുവദിച്ച് ഇങ്ങനൊരു അവസ്ഥ എനിക്ക് തന്നതിന് ദൈവമേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നീ എന്നെ സ്നേഹിക്കുന്നതായിട്ട് ഞാൻ സത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പരാതി പറഞ്ഞില്ല, പരിഭവം പറഞ്ഞില്ല. ഇത്തരത്തിലൊരു അപ്പനെ അമ്മയും തന്നതിന് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ഇങ്ങനെ അപ്പനെ അമ്മയും തന്ന് സ്നേഹിച്ച തൊഴുത്തിൽ ഞാൻ 13 കൊല്ലം വളർന്നതിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തിൻ്റെ സ്നേഹം പൊന്നമ്മ എന്ന സഹോദരി വിളിച്ചു പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ സാറ്റലൈറ്റ് വഴി ഈ TV ചാനലും മറ്റു വഴി കേട്ട് ഈ സാക്ഷ്യങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ആ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ അതിനുശേഷം ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ടാകും. അവിടെ എല്ലാം കണ്ണു നിറഞ്ഞു. അവരെല്ലാം തിരിഞ്ഞു മനസ്സിലാക്കി തങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അപ്പനെ പോലെ അമ്മയെ പോലെയാണ്. നമ്മളെ ദൈവം സഹവഴിഞ്ഞ് സ്നേഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ചില വചനങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ദൈവം സ്നേഹമാണ്. യെശയ്യായുടെ പുസ്തകം 49:15 നേരത്തെ നിങ്ങൾ കേട്ടു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 3-ാം തിരുവചനം, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന് 9-10 തിരുവചനത്തിൽ പറയുകയാണ്, തൻ്റെ പുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെട്ടത്? തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട്. നോക്കുക മക്കളെ, ഇത് നിങ്ങൾ കാണുക. കർത്താവിൻ്റെ സ്നേഹം ഇതാണ്. കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവ് സ്നേഹിക്കുകയാണ്. നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ, കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് ഉത്തരം പറയും, ഇത്രമാത്രം. എങ്ങനെ? വിശാലതയിൽ നീണ്ടു നിവർന്ന് കുരിശിൽ കിടന്നുകൊണ്ട് കൈ വിരിച്ചു കിടക്കുക. ഇത് അനന്തമാണ്, അത് നീണ്ടുപോകുകയാണ്. കുറുകിപ്പോകുന്നില്ല പ്രിയമുള്ളവരെ, കുറുകിപ്പോകുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാ പൗലോസ് പറഞ്ഞ പരന്ന് കിടക്കുക എന്ന് പറഞ്ഞില്ലേ? ആഴവും വീതിയെക്കുറിച്ച് പറഞ്ഞത് പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രൻ വഴി നമ്മളെ സ്നേഹിച്ചു.
നാം ദൈവത്തിന്റെ മക്കളായി ജീവിക്കേണ്ടതിന്, നാം പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മളെ ശിക്ഷിക്കുന്നതിന് പകരം ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ ശരീരത്തിന്റെ സദൃശ്യത്തിൽ, എന്തുകൊണ്ടാ മനുഷ്യൻ ശരീരത്തെ പാപം ചെയ്യുക, എന്നാൽ ഈ പാപത്തിന് നമ്മുടെ ശരീരത്തിൽ ശിക്ഷ ലഭിക്കുന്നതിന് പകരം ദൈവം തൻ്റെ പുത്രനെ പകരം അവന്റെ ശരീരത്തിൽ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ ശരീരത്തിന്റെ സദൃശ്യത്തിൽ ദൈവം ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ പാപങ്ങൾക്കൊത്ത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതിന് പകരം അവിടുന്ന് ശിക്ഷയേൽക്കപ്പെട്ടു. എന്നിട്ട് നമ്മളെ സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സമൂഹം ഉപേക്ഷിച്ച, സമൂഹം തിരസ്കരിച്ച, നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ അനേകം പേരുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥയുണ്ട് നമ്മുടെ ജീവിതം. തിരസ്കരിക്കുക, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട. നിന്നെ ആർക്കും വേണ്ടയില്ലെങ്കിലും ദൈവത്തിന് വേണം. യഥാർത്ഥത്തിൽ നിന്റെ അപ്പനും അമ്മയും നിന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ടുള്ള മാതാപിതാക്കളല്ല. യഥാർത്ഥ പിതാവും യഥാർത്ഥ മാതാവും യേശുവാണ്. അവന് നിന്നെ വേണം, അവന് നിന്നെ ആവശ്യമുണ്ട്. അവൻ നിന്നെ അവഗണിക്കുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കർത്താവ് നിന്നെ സ്നേഹിക്കുക. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആർക്കും വരില്ല. കർത്താവ് അവിടെ കൊണ്ടുവന്നിരിക്കുക. അതിനറിയാം, കർത്താവിൻ്റെ സ്നേഹം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, കർത്താവ് നിങ്ങളെ പരിപാലിക്കുന്നത്, കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നത്, കർത്താവ് നിങ്ങളെ നയിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഇന്നു മുതൽ കാണാൻ പോകുകയാണ്, അറിയാൻ പോകുകയാണ്, അനുഭവിക്കാൻ പോകുകയാണ്. ഒരു ഇമോഷണൽ ലെവലിലെ വൈകാരികമായ ഒരു ഫീലല്ല വാസ്തവത്തിൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ വന്നത്, മറിച്ച് അതിനപ്പുറം തൊട്ട് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന, മനസ്സിലായ, സ്വപ്നത്തിൽ കാണുന്ന പോലെയല്ല, ശരിക്കും റിയാലിറ്റി നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ ആശ്വാസം നിങ്ങൾ ഇവിടുന്ന് അനുഭവിച്ച് മടങ്ങിപ്പോകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. വിദൂരത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല. നിന്നെ 9 മാസം ഉദരത്തിലിട്ട് വഹിച്ച് നൊന്ത് പ്രസവിച്ച അമ്മ പരാതി പറയും, നീ അമ്മയെ അനുസരിച്ചില്ലെങ്കിൽ, അമ്മ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം കാഴ്ചവെച്ചില്ലെങ്കിൽ, അമ്മ പറയും നിന്നോട്, നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയായി പറയുന്നത്, നീ എന്താ ഇങ്ങനെ എന്നോട് കാണിക്കുന്നത്? അമ്മ പറയും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വ്യത്യസ്തങ്ങളായ ജോലികളിൽ ഏർപ്പെട്ട് സങ്കീർണമായ പ്രതിസന്ധികളുള്ള ഭാരമുള്ള തൊഴിൽ ചെയ്യുന്ന അപ്പൻ, ഏത് പണിയെടുത്താലും അത് ഭാരമുണ്ട്. കളക്ടർ ഉദ്യോഗമാണെങ്കിൽ പോലും ചുമ്മാ ഒന്നും ഇരിക്കുകയല്ല. രാപകൽ അധ്വാനിച്ച് ഒരു മെഴുകുതിരി കത്തി ഉരുകുന്നത് പോലെ തീർന്ന എൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി. ഈ അപ്പൻ നിൻ്റെ മുഖത്ത് നോക്കി പറയും, നിന്നെ എന്തിനാ ജനിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ നിനക്കൊക്കെ ഈ ജോലിയെടുത്ത് പണിയെടുത്ത് ഇതൊക്കെ തന്ന് നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനാടാ, എൻ്റെ പൈസയാടാ നിൻ്റെ തടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ അപ്പനും അമ്മയും അവരുടെ സങ്കടം കൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ചില പെരുമാറ്റങ്ങളോ പ്രവൃത്തിയോ മൂലമോ വ്യവസ്ഥയോടുകൂടി അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എണ്ണിപ്പറക്കി നിന്നോട് പറയാറുണ്ട്. പക്ഷെ ഇന്ന് വരെ നിൻ്റെ ആയുസ്സിൽ നീ ആലോചിച്ച് നോക്കിയേ, നിനക്ക് ജന്മം നൽകാൻ നിൻ്റെ അസ്തിത്വത്തിന് കാരണമായ ദൈവമുണ്ട്. യഥാർത്ഥ പിതാവും യഥാർത്ഥ മാതാവുമായ ദൈവം. ആ ദൈവം വന്ന് നിന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? നീ ചെയ്ത തെറ്റിനെ മനുഷ്യരെ നിന്നെ കുറ്റപ്പെടുത്തും. ഇവിടുത്തെ സിവിൽ കോടതി ഒരുപക്ഷെ നിന്നെ ശിക്ഷിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നിന്നോട് കരുണ കാണിക്കും. ദൈവം നിന്നോട് പൊറുക്കും.
കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നിന്നോട് നിത്യമായ കരുണയും സ്നേഹവും ക്ഷമയും കാണിക്കുന്നവനാ ദൈവം. നിന്നോട് നിത്യമായ കരുണയും സ്നേഹവും ക്ഷമയും കാണിക്കുന്നവനാ ദൈവം. ഈ സ്നേഹത്തെ തിരസ്കരിച്ചതിന്, ഈ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതിന്, ഈ സ്നേഹത്തെ മറന്നതിന്, ഈ സ്നേഹത്തെ അനുഭവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകാതിരുന്നതിന് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കുക. അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ചൊരിയപ്പെടാനാണല്ലോ ദൈവമേ അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണിക്കൂറിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുമെന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടി ഞാൻ നിൽക്കുന്നു. കുരിശിൽ എനിക്ക് വേണ്ടി 3 ആണികളാൽ തറയ്ക്കപ്പെട്ട്, കുന്തത്താൽ കുത്തിമുറിക്കപ്പെട്ട്, ഹൃദയത്തോടെ ശരീരമാസയിലും മുറിവേൽക്കപ്പെട്ട് കുരിശിൽ പിടഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ച ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, തൻ്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെപ്പോലും നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കിയില്ല ദൈവം. കുരിശിൽ ബലിയായി അർപ്പിച്ചുകൊണ്ട് നമ്മളെ അവിടുത്തെ തീരാത്ത സ്നേഹം നമ്മളോട് പ്രകടമാക്കി. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.